പാലക്കാട് മണ്ണാർക്കാട് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ബസ് തട്ടി ഒരു സ്ത്രീ മരിച്ചു. ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഇതുണ്ടായത്. മണ്ണാർക്കാട് എംപ്ലോയ്മെന്റ് ഓഫീസർ പ്രസന്നകുമാരിയാണ് മരിച്ചത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേരുന്നത് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ കാരണം എന്താണ് സംഭവിച്ചത്? സ്മിത, വളരെ വേദനാജനകമായ സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. നമ്മൾ അല്പസമയം മുൻപ് പ്രസന്നകുമാരിയുടെ നാട്ടിലേക്ക് വിളിച്ചിരുന്നു. മണ്ണൂർ പത്തിരിപ്പാല മണ്ണൂർ കൊട്ടക്കുന്നിലാണ് അവരുടെ നാട്. അവർ ഈ മാസം 31, അതായത് 2 ദിവസത്തിന് അപ്പുറം മറ്റന്നാൾ അവർ റിട്ടയർ ചെയ്യേണ്ട സ്ത്രീയാണ്. അവർ ഒരു അംഗപരിമിതി ഭിന്നശേഷിക്കാരിയാണ്. അവർ 11 മണിയോടുകൂടി മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരുന്നു. ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്ന് അല്പസമയം വൈകിയിരുന്നു. റിട്ടയർമെൻറ്റ് ഫംഗ്ഷനൊക്കെയായി കുറേ ആളുകൾ ക്ഷണിക്കേണ്ടതൊക്കെ ഉണ്ട്. അവർ പെട്ടെന്ന് തന്നെ ആ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ്, വളരെ ഉയരം കുറവാണ് അവരുള്ളത്, ബസ് ഡ്രൈവർ കണ്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ചക്രം കയറി ഇറങ്ങുകയായിരുന്നു ശരീരത്തിലൂടെ എന്നാണ് പറയുന്നത്. ദീർഘനാളത്തെ സർവീസിന് ശേഷം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ ദീർഘനാളത്തെ സർവീസിന് ശേഷം മെയ് 31 പ്രസന്നകുമാരി വിരമിക്കാനിരിക്കുന്നത്. വീട്ടിൽ അല്പസമയം മുൻപ് നമ്മൾ വിളിച്ച സമയത്ത് അവിടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് വേണ്ടി വീട്ടിൽ പന്തലൊക്കെ ഒരുക്കിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. സഹോദരനോടക്കം ഈ ഒരു ഘട്ടത്തിൽ വിവരം പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ശരീരത്തിൻ്റെ മുഖത്തുകൂടിയാണ്, നെഞ്ചിലൂടെയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ബസ്സിൻ്റെ ടയർ കയറി ഇറങ്ങിയത്. ഉടൻ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ബന്ധുക്കൾ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. സങ്കടമാണ്. റിട്ടയർമെന്റ് ഫംഗ്ഷൻ സർവീസ് സ്റ്റാൻഡിലാണ് ദാരുണമായ ഈ അപകടമുണ്ടായത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.